ജോയിയുടെ മടങ്ങിവരവും കാത്തിരിക്കുകയാണ് മാരായിമുട്ടത്തെ വീട്. വൈകിട്ട് മടങ്ങിവരാമെന്ന് ഉറപ്പു നൽകി പുലർച്ചെ 6 മണിക്ക് തിരുവനന്തപുരത്തേക്ക് തിരിച്ചതാണ് ജോയ്. ഇനിയും മടങ്ങിവരാത്ത മകനെക്കുറിച്ച് പറയുമ്പോൾ അമ്മ മെൽസി വിതുമ്പുകയാണ്. ജോയിയുടെ വീട്ടിൽ നിന്ന് മുഹമ്മദ് ആഷിഖ് തയ്യാറാക്കിയ റിപ്പോർട്ട്. ഞങ്ങൾ ഇപ്പോൾ നിൽക്കുന്നത് ആമഴഞ്ചാൻ തൊട്ടിൽ കാണാതായ ജോയിയുടെ വീട്ടിലാണ്. ഇവിടെ ജോയിയെയും കാത്ത് ജോയിയുടെ കുടുംബാംഗങ്ങളടക്കം അമ്മയടക്കമുള്ള കുടുംബാംഗങ്ങൾ ഇവിടെ കാത്തിരിക്കുകയാണ്. ഇന്ന് രാവിലെ പുലർച്ചെ 6 മണിയോടെയാണ് ക്ലീനിങ് ജോലി ഉണ്ട് എന്ന് അറിയിച്ചുകൊണ്ട് ഇവിടെ നിന്ന് ഇറങ്ങിയത് ജോയി. പിന്നീട് തിരികെ വന്നില്ല. എല്ലാവരും ജോയിയെ കാത്തിരിക്കുകയാണ്. ജോയിയുടെ സഹോദരൻ നമുക്കൊപ്പമുണ്ട്. രാവിലെ എപ്പോഴായിരുന്നു ജോയും? 6 മണിയായപ്പോൾ ബൈക്കിൽ കയറിപ്പോയി. ഒരു ബൈക്ക് വന്ന് ബൈക്കിൽ കയറിപ്പോയി. അതിന് മുമ്പായിട്ട് എന്നെ വന്ന് വിളിച്ചു. ഇവിടെ തന്നെ കിടന്നുറങ്ങി. ഉറങ്ങിയിട്ട് 6 മണിയായപ്പോൾ ഒരു ബൈക്ക് വന്ന് ബൈക്കിൽ കയറിപ്പോയി. 4:30 മണിയാകുമ്പോൾ തിരിച്ചു വരുമെന്ന് പറഞ്ഞു. 4:30 മണിയാകുമ്പോൾ തിരിച്ചു വരുമെന്ന് പറഞ്ഞു. വൈകുന്നേരത്ത് മുൻപ് ഇങ്ങനത്തെ ജോലിക്ക് പോവും. മുമ്പേ ഇതുപോലെയുള്ള പണിക്ക് എന്നെ വിളിച്ചോണ്ട് പോവുള്ളൂ. അവന് നല്ല ശമ്പളം കൊടുക്കും. അതുകൊണ്ട് വന്ന് വിളിച്ചിട്ട് പോകും. അപകടകരമായിട്ടുള്ള ഒരു സാഹചര്യത്തിലാണ് പണിയെടുക്കുന്നത്. അപകടകരമായിട്ടുള്ള സാഹചര്യത്തിലാണ് പണിയെടുക്കുന്നത്. അങ്ങനെ ഇറങ്ങൂല അവൻ. ഇങ്ങനെ നമ്മളെ ഈ വേസ്റ്റ് കിടക്കേണ്ടതൊക്കെ അവ ഇറങ്ങും. അവ ഇറങ്ങി പണി ചെയ്യണോണ്ട് അവനെ വിളിച്ചോണ്ട് പോകും. അങ്ങനെ വിളിച്ചു. ജോയിയുടെ സഹോദരങ്ങൾ ആരൊക്കെയാണ്? കുടുംബാംഗങ്ങൾ ആരൊക്കെയാണ്? ഞാൻ എൻ്റെ അനിയനാണ് അവൻ. എൻ്റെ അമ്മ അകത്തിരിപ്പുണ്ട്. എൻ്റെ അമ്മ ഇതവിടെ ഉണ്ട്. അവൻ കല്യാണം കഴിഞ്ഞില്ല, കുടുംബമായില്ല. കല്യാണം കഴിഞ്ഞില്ല. 4:30 മണിയാകുമ്പോൾ തിരിച്ചുകൂടെ എത്തുമെന്ന് പറഞ്ഞിട്ട് പോയി. അത് ഇന്നലെ 4:30 മണി, കറക്റ്റ് 4:30 മണിയാകുമ്പോൾ ഇവിടെ എത്തി. ഇന്നലെ ആ പണിക്ക് തന്നെ പോയി. ഇന്നലെയും ആമഴഞ്ചാൻ തോട്ടിൽ തന്നെ ശുചീകരണ പ്രവർത്തനങ്ങളുമായി പോയതാണ് ജോയി. ഇതേവരെ തിരിച്ചെത്തിയിട്ടില്ല. രാവിലെ 6 മണിക്ക് വൈകിട്ട് 4 മണിക്ക് തിരിച്ചെത്താം എന്ന വാക്കു നൽകി വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ്. ഇപ്പോഴും ജോയിയുടെ മടങ്ങിവരവിന് വേണ്ടി കാത്തിരിക്കുകയാണ് ജോയിയുടെ കുടുംബാംഗങ്ങൾ. ജോയിയുടെ അമ്മ അടക്കമുള്ളവർ ഇവിടെയുണ്ട്. അമ്മയും സഹോദരങ്ങളും ജോയിയുടെ സഹോദരന്റെ വീട്ടിൽ ഇപ്പോൾ ജോയിയുടെ മടങ്ങിവരവും കാത്തിരിക്കുകയാണ്. ഇതേവരെ ജോയിയെ കണ്ടെത്താനായിട്ടില്ല എന്നുള്ളൊരു ദുഃഖം അമ്മയ്ക്കുമുണ്ട്. അമ്മേ, രാവിലെ പോയ മകൻ ഇതേവരെ തിരിച്ചു വന്നില്ല. വരുമെന്ന് പറഞ്ഞോണ്ട് പോയവനെ ഇതുവരെ കണ്ടില്ല. ഇവിടെ പോയി എന്ന് എനിക്കറിഞ്ഞൂടാ. 4:30 മണിയായി കാണൂലായിരിക്കും വരാത്ത. വലിയ ദുഃഖം തളം കെട്ടി നിൽക്കുന്ന ഒരന്തരീക്ഷമാണ് വീടിനുള്ളിൽ. എല്ലാവരും ജോയിയുടെ മടങ്ങിവരവും കാത്തിരിക്കുകയാണ്. രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ്. ജോയിയെ ഉടൻ കണ്ടെത്താൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് എല്ലാവരും. സാദിഖ് പാറക്കലിനൊപ്പം മുഹമ്മദ് ആഷിഖ്, മീഡിയ 1, തിരുവനന്തപുരം.